അച്ഛാ ഒരു കണക്കിന് ഈ പൂച്ചയായിട്ടൊക്കെ ജനിക്കുന്ന അച്ഛാ നല്ലത്. അതാകുമ്പോ പിന്നെ ആരും കല്യാണത്തിനും വിളിക്കത്തില്ല, കല്യാണത്തിന് വിളിച്ചോണ്ടേ അപമാനിക്കത്തുമില്ല. നിന്നെ കല്യാണത്തിന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. ഞാൻ അച്ഛനോട് ആവുന്നത് 68 ചോദിച്ചല്ലേ, ഞാൻ പോട്ടാ. അച്ഛല്ലേ അച്ഛാ പറഞ്ഞു എനിക്ക് 18 വയസ്സായിട്ടില്ല, എന്നാലേ കല്യാണത്തിന് പോകാൻ പറ്റുള്ളൂ. നീ ഒരിക്കൽ കൂടെ നിർബന്ധിച്ചെങ്കിൽ ഞാൻ നിന്നെ വിട്ടന. ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി നിർബന്ധിക്കാത്ത എന്തുകൊണ്ട് നന്നായി. ഇനിയിപ്പം ഞാൻ നിർബന്ധിച്ചായിരുന്നെങ്കിൽ അച്ഛൻ എന്നെ കല്യാണത്തിന് കൊണ്ടുപോകും. ഞാനിപ്പോൾ അച്ഛൻ താടിക്കടത്ത് കൈയും കൊടുത്തിരിക്കുന്നവർ ഇരിക്കേണ്ടി വന്നേ. അതെന്ത് വർത്താനങ്ങളെ, ഞാൻ പിന്നെ വരാണ്ടിരിക്കുവോ? അല്ല അത് മാത്രമല്ല, പാപ്പയും മമ്മിയും പോയപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞത് അവരാരും വിടില്ല, ഞാൻ എന്തുവായാലും വരണമെന്ന്. പിന്നെ മാത്രമല്ല ബാലോചന എന്നോട് വരുന്നുണ്ട്. അങ്ങൾ എന്തായാലും നാളെ കാണാം. ഓക്കെ, എന്തായാലും വരും. ശരി. ബാലോചന പറഞ്ഞുണ്ടോ? എവിടെ? ഇതേ മറ്റേ ദേവാങ്കിളില്ലേ, പുള്ളിയെ വിളിച്ചത്. കഴിഞ്ഞ ദിവസം വന്നിട്ടില്ലായിരുന്നു. അത് തന്നെ, അങ്കിളിന്റെ പപ്പയുടെ സപ്തതിയെ കലൊരു വലിയ ഹോളിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. പപ്പയും മമ്മയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തുമായാലും പോയേ പറ്റത്തുള്ളൂ. പിന്നെ എന്നെ കൊണ്ടുപോകണം. അല്ല ബാലോചന പറഞ്ഞു, പപ്പയും മമ്മയൊന്നും ഇല്ലല്ലോ. ഒരു കല്യാണത്തിന് പോയിട്ട് വന്നതിന്റെ ക്ഷീണം അച്ഛനെതിരായിട്ട് മാറിയിട്ടില്ല. അപ്പോഴാണ് അടുത്ത സപ്തതി. ഞാൻ അച്ഛനെ കൊണ്ടുപോയി എല്ലാരും കൂടെ അപമാനിക്കല്ലേ? ഓ, ഞാൻ ഇനി ആരോ കല്യാണത്തിന് പോകണില്ല. ഞാൻ ഈ പാറമട വീട്ടിൽ എങ്ങോട്ടും പോകില്ല. ഇവിടെ സ്വസ്ഥമായിട്ട് ഞാൻ ജീവിച്ചോളാം. ബാലോച്ചാ, മോള് കൊണ്ടുപോയി അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മരുമോൾ അങ്ങനെ ചെയ്യൂ? ബാലോച്ചൻ അവിടുത്തെ വലിയ ഗസ്റ്റാണ്. ബാലോച്ച അവിടെ ഈ 10 കസേര ഉണ്ടാവും, സിംഹാസനം പോലെ ഫ്രണ്ടില്. അതിലൊരു കസേര ബാലോച്ചന് വേണ്ടി ബുക്ക് ചെയ്തിട്ടേക്കുവാ. പിന്നെ എന്തൊക്കെ ഫുഡുണ്ടെന്നറിയോ? ബാലോച്ചന്റെ സ്വീകരണം എങ്ങനെയാണെന്നറിയോ? പുഡിംഗ് ഉണ്ട്, പായസം കിട്ടാതെ വിഷമിച്ചില്ലേ ബാലോച്ചൻ? അവിടെ എത്ര ടൈപ്പ് പായസം ഉണ്ടെന്നറിയോ? പിന്നെ എന്തൊക്കെയാ ബുഫയോ സീ ഫുഡോ എന്തൊക്കെയോ ഉണ്ട്, നോൺ വെജും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബാലോച്ചനെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ 2 പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് അച്ഛന് ഒരു അസുഖമുണ്ട് 2 പേരെ നോക്കാൻ. എടി ബാലോച്ചൻ അവിടുത്തെ VVIP ഇല്ലേ, അപ്പൊ ബാലോച്ചനെ നോക്കാൻ വേണ്ടിട്ട് അവിടെ 2 പേരെ നോക്കും. ചെല്ലച്ച, മരുമോളെ അമ്മായിയപ്പന് വേണ്ടി ഇത്രയൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്തതല്ലേ, വിഷമിക്കണ്ട, അമ്മായിയപ്പൻ വരും. ബാലോച്ച എന്തുവാലും വരണം, ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. വരണം വല്ലേ പോ. ഞാൻ വരും. ചേച്ചി, നമ്മളെ അന്ന് നമ്മുടെ ചേച്ചിയുടെ അങ്കിള് സപ്തതി വിളിക്കാൻ വന്നപ്പോഴേ നമ്മളെല്ലാരും കൂടെ ചെല്ലണമെന്നല്ലായിരുന്നോ പറഞ്ഞേ? അതുകൊണ്ട് ഇപ്പൊ ഞാനും കൂടെ പോയാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ. നാണം കേട്ടവനെ, നിനക്ക് നാണോടാ? അവൾ അച്ഛനെ മാത്രമല്ലേ വിളിച്ചോളൂ. പിന്നെ നീ എന്തിനാ കൂടെ പോണത്? വേണ്ട, കേശു പോണില്ല, പ്രശ്നം തീർന്നില്ലേ? പോണില്ല, വേണ്ട. ഇവിടെ എന്റെ മരുമോൾ റെഡിയായില്ലേ? മരുമോൾ എവിടെയാണ്? മരുമോളോട് ചോദിക്കും, ഞങ്ങളോടാണോ ചോദിക്കണത്? അതെ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു വ്യക്തിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നിയമങ്ങളെ കണ്ടുപഠിക്കണം. നീ കൊണ്ടുപോയല്ല, ട്രാൻസ്പോർട്ടിൽ ഇങ്ങനെ തൂക്കി എന്നെ കൊണ്ടുപോയല്ല. അതുപോലെയല്ല എൻ്റെ പൊന്നുമോള് എന്നെ കൊണ്ടുപോകാൻ പോണത്. ഇപ്പൊ കാറ് വരും, കണ്ടോ? അച്ഛാ, ഇനി അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്ന് കരയും. എന്റെ ഇതൊരു അബദ്ധം പറ്റിയത്, അച്ഛൻ ഒന്ന് ക്ഷമിക്ക്. ബാലത് വിട്ട് പഴയതൊന്നും മനസ്സിലാക്കുന്ന ശീലം ബാലിനില്ല. നല്ല പായസം നിർത്തിക്കളഞ്ഞ. റെഡിയായോ? റെഡിയായി മോളെ. ഇതുപോലെ ഈ ഷർട്ടാണോ ഇടുന്നത്? ഇത് എന്താ കൊള്ളാം, കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട്. കൂടിയ കോട്ടൺ ഷർട്ടാണ്. ശർവാണി ഉണ്ടോ ബാലോച്ച? ഷർവാണി? ഷർവാണി ഇടാൻ പറ്റിയ ബോഡി ഷേപ്പ്. ചേച്ചി കൊണ്ടുപോകണത് ആ അങ്കിളുടെ സപ്തതിക്കല്ലേ, അല്ല അച്ഛന്റെ സപ്തതിക്കൊന്നും അല്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചാ? എനിക്ക് അഭിപ്രായം പറയാം, കാരണം ഇത് എന്റെ അച്ഛനാണ്. നിന്റെ അച്ഛനാണെങ്കിലേ ഇതെന്റെ ഒരേ ഒരു അമ്മായിച്ചനാ. മോളെ പ്ലീസ്, നല്ല ഒരു കാര്യത്തിൽ ഇറങ്ങിയല്ലേ, അപ്പൊ ഇങ്ങനെ വഴി കൂടിയാലോ. നമുക്ക് നേരത്തെ പോകണ്ടേ ഇവിടെ? അയ്യോ ബാലോച്ച, അങ്ങനെ നേരത്തെ പോകണം താമസിച്ച് പോകണമെന്നൊന്നും ഇല്ല. നമ്മൾ എപ്പോ ചെന്നാലും നമ്മൾ ചീഫ് ഗസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ കസേര അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ബുഫേ ആയതുകൊണ്ട് പായസം തീർന്നു പോകുന്നില്ല, ആവശ്യത്തിനുണ്ട്. പിന്നെ മരുമോളും അമ്മായിയപ്പനും കൂടെ ഒന്ന് പോയിട്ട് വാ. പോട്ടെ പോട്ടെ കേശു. അല്ല പിന്നെ ഞാനും കൂടെ വന്നാ കുഴപ്പമുണ്ടോ? കേശു ബാലോച്ച കാറ് വെയിറ്റിംഗാ. പറഞ്ഞല്ലോ നാണം കെടണ്ടെന്ന്, എല്ലാ കാര്യം ഉണ്ടായിരുന്നു. പോയിട്ട് വരട്ടെ. കാറിലേ പോത്തുള്ളൂ.